എൻ്റെ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എബ്രായരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ലേഖകനെയാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടത്. എന്നാൽ 9-ാം അധ്യായത്തിൽ പഴയ നിയമ സമാഗമന കൂടാര ശുശ്രൂഷകളും പുതിയ നിയമ സ്വർഗീയ വിശുദ്ധ മന്ദിരവും യേശുക്രിസ്തുവിൽ കൂടിയുള്ള മഹാശ്രേഷ്ഠ യാഗവും പാപമോചനവും നാം മനസ്സിലാക്കുന്നു. ഹീബ്രൂസ് 9:1-5 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഓൾഡ് കവനന്റ് സാങ്ച്വറിയുടെ വിവരങ്ങൾ നാം കാണുന്നു. നിങ്ങൾ ബൈബിൾ തുറന്നു തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ദൈവം മോശയോട് പഴയ നിയമകാലത്ത് എങ്ങനെ ആരാധിക്കണം, വിശുദ്ധ മന്ദിരവും അതിൻ്റെ തിരുനിവാസവും ഉപകരണങ്ങളും ഒക്കെയും ദൈവം കൊടുത്ത മാതൃക പ്രകാരം തന്നെ, അഥവാ പാറ്റേൺസ് പ്രകാരം തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്തിരുന്നു. ഇത് നമുക്ക് എക്സോഡസ് 25:8-9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരവും ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഇനിയും 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. ഈ വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ദേവാലയം യേശുക്രിസ്തുവിൻ്റെ സമയത്തെ ഹേരോദാവ് രാജാവ് പണിത ദേവാലയം അല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ മാതൃകയിലും നിഴലിലും ദൈവം മരുഭൂമിയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത സമാഗമന കൂടാരമാണ് ഇവിടെ പറയുന്നത്. ഈ ദേവാലയം ലോകത്തിലെ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് അത് ലൗകികം ആയിരുന്നു. ആദ്യ തിരശ്ശീലയുടെ അകത്ത് 1-ാമത്തെ ഭാഗമായ വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി പൊന്നുകൊണ്ടുണ്ടാക്കിയ നിലവിളക്ക്. ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ നിഴലാകുന്നു അത് കാണിക്കുന്നത്. രണ്ടാമതായി പൊന്നുകൊണ്ട് പൊതിഞ്ഞ കാഴ്ചയപ്പത്തിൻ്റെ മേശ. ഇത് ജീവനുള്ള ദൈവവചനത്തിൻ്റെ നിഴലാണ്. മൂന്നാമത് കാഴ്ചയപ്പം, ജീവനെയും ദൈവത്തിൻ്റെ കരുതലിനെയും ഇത് സൂചിപ്പിക്കുന്നു. നമുക്ക് 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധ സ്ഥലം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകുലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവിടെ 3-ാം വാക്യത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മുമ്പിലുള്ള 2-ാമത്തെ തിരശ്ശീല നാം കാണുന്നു. ഈ തിരശ്ശീല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. കുരിശിൽ കർത്താവിൻ്റെ പ്രാണൻ വിട്ട നേരം ഈ തിരശ്ശീല 2-ആയി കീറിപ്പോയി. ക്രിസ്തു ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറന്നു തന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനിയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഒന്നാമതായി പൊന്നുകൊണ്ടുള്ള ധൂപകശലം. ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ്. രണ്ടാമതായി ഗോഫോർ മരം കൊണ്ട് ഉണ്ടാക്കി അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടകം. ഈ നിയമപ്പെട്ടകത്തിൻ്റെ അകത്താണ് 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി നാം കാണുന്നത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. മന്ന സൂചിപ്പിക്കുന്നത് യേശു ഇന്ന് ജീവൻ്റെ അപ്പമായി നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ്. രണ്ടാമതായി അഹരോൻ്റെ തളിർത്ത വടി. ഇത് ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നു. മൂന്നാമതായി 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകൾ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ന്യായപ്രമാണം നിവർത്തിച്ചു
എന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിയമപ്പെട്ടകത്തിൻ്റെ മൂടിക്കാണ് കൃപാസനം എന്ന് പറയുന്നത്. കൃപാസനം വളരെ ചിത്രപ്പണികളോടുകൂടി അതിമനോഹരമായി ഉണ്ടാക്കിയ ഒരു മൂടിയായിരുന്നു. കൃപാസനത്തിൻ്റെ മൂടിയിലേക്ക് കുനിഞ്ഞു നോക്കിയിരിക്കുന്ന രീതിയിൽ സ്വർണം കൊണ്ട് പണിയപ്പെട്ട 2 കെരൂബുകൾ ഉണ്ടായിരുന്നു. ഈ കൃപാസനത്തിന്മീതെയാണ് യാഗരക്തം തളിച്ചിരുന്നത്. അതുകൊണ്ടാണ് കൃപ ഇരിക്കുന്ന സ്ഥലം അഥവാ കൃപാസനം എന്ന് ഇതിന് പറയുന്നത്. 6-7 വായിക്കുകയാണ്. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്കു വേണ്ടി അർപ്പിക്കും. പാപപരിഹാര ദിവസത്തിൽ അഹരോൻ ധൂപകലശത്തിൽ ധൂപവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് കൃപാസനത്തിന്മേൽ രക്തം തളിക്കും. ദൈവം വസിക്കുന്ന സ്ഥലമാണ് തിരുനിവാസം എന്ന് വിളിക്കുന്നത്. പുതിയ തിരുനിവാസം പഴയതിനേക്കാൾ മേന്മയുള്ളതാണ്. ഭൂമിയിലെ തിരുനിവാസം സ്വർഗത്തിലുള്ള തിരുനിവാസത്തിൻ്റെ നിഴൽ മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ ഉത്തമമായ തിരുനിവാസത്തിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. സമാഗമന കൂടാരത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുവാൻ ഇപ്പോൾ സമയമില്ല എന്ന ലേഖകൻ പറയുന്നു. ആരാധനയും പൗരോഹിത്യവും കൂടുതൽ പറയുവാൻ ലേഖകൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ബുക്ക് എഴുതുവാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ്. ലേവിയ പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ ദിവസേന നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു പാപപരിഹാര ദിവസം. മഹാപുരോഹിതൻ തനിക്കു വേണ്ടിയും ജനത്തിനു വേണ്ടിയും അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നു. 8-ാം വാക്യം വായിക്കുകയാണിനി. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. 9. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. 10. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണക്കാലത്തോളം ചുമത്തിയിരുന്ന ജഡീയ നിയമങ്ങളത്രേ. പഴയ നിയമ സമാഗമന കൂടാരം ഈ ഭൂമിയിലിരുന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉള്ള വഴി തുറന്നിട്ടില്ലായിരുന്നു. മഹാപുരോഹിതൻ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ. ജനങ്ങൾ പുറത്തുള്ള പ്രാകാരങ്ങളിൽ മാത്രം പ്രവേശിച്ച് തങ്ങളുടെ യാഗം കൊണ്ടുവരും. ജനം തങ്ങളുടെ യാഗത്തിന്മേൽ കൈവച്ച് അതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. പുരോഹിതൻ അതിനെ ബലിയായി അർപ്പിക്കും. എന്നാൽ ആരാധിക്കുന്നവർക്ക് പൂർണ്ണമായ പാപപരിഹാരം വരുത്തി ശുദ്ധീകരണം അവരുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം കിട്ടുവാൻ അത് ഒരിക്കലും സാധിച്ചിട്ടില്ല. മഹത്വമേറിയ പുതിയ ശുശ്രൂഷ മശിഹായിലൂടെ നിവൃത്തിയാക്കുന്ന സമയം വരെ ഈ ബാഹ്യമായ ആചാരങ്ങൾ മാത്രമായിരുന്നു ഇതൊക്കെ. ദൈവത്തിൻ്റെ ആത്മാവാണ് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്നത് വളരെ മനോഹരമായൊരു കാര്യമാണ്. യേശു ക്രിസ്തുവിൽ കൂടെയാണ് നാം യഥാർത്ഥ ആരാധന നടത്തുന്നത്. യഥാർത്ഥ ആരാധന നമ്മെ സേവന മാർഗങ്ങളിൽ കൂടി നയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ ശമരിയക്കാരത്തിയോട് പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞ് മനസ്സിലാക്കിയതാണ് യഥാർത്ഥ ആരാധന. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന യേശു അവിടെ പറയുന്നു. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. ദേവാലയവും കൃപാസനവും നിയമപ്പെട്ടകവും അതിവിശുദ്ധ സ്ഥലവും എല്ലാം നമ്മെ ദൈവത്തിങ്കലേക്കുള്ള വഴി തുറന്നു കാണിക്കുന്നു. നാം ഇവിടെ ലോകത്തിലായിരിക്കുന്ന കാലം ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കും. ക്രിസ്തു അവിടെ നിന്നും പുറത്തു വരുന്നത് തൻ്റെ സഭയെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയായിരിക്കും. നമുക്ക് ആരാധന സ്ഥലം, ചർച്ചസൊക്കെ ഉള്ളത് വളരെ മനോഹരമായ കാര്യമാണ്. എന്നാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറണം. നമ്മുടെ ജോലിയിൽ, നമ്മുടെ യാത്രയിൽ എപ്പോഴും
യേശുക്രിസ്തുവിൻ്റെ ആരാധന നമ്മുടെ ഹൃദയങ്ങളിൽ ആവശ്യമാണ്. നമുക്ക് 11-ാം വാക്യം വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ശ്രേഷ്ഠതയേറിയ ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചാണ് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. വരുവാനുള്ള നന്മകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ കൂടിയുള്ള നന്മകളാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വർഗത്തിലുള്ള ഒരു യഥാർത്ഥ കൂടാരത്തിൽ ക്രിസ്തു കാൽവറിയിലെ തൻ്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത ജീവിതവും ഉപദേശവും ശുശ്രൂഷയും എല്ലാം വളരെ ശ്രേഷ്ഠമായിരുന്നു. എന്നാൽ സ്വന്തം രക്തത്താൽ ആണ് ക്രിസ്തു ഈ മനുഷ്യരാശിയുടെ രക്ഷ നേടിയെടുത്തത്. 14-ാം വാക്യം വായിക്കുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ലേവ്യ പുസ്തകത്തിലെ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പാപമോചന പരിഹാരമായി ചെയ്യുന്ന മൃഗങ്ങളുടെ യാഗങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് മോശയോട് ദൈവം കൽപ്പിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ യാഗം നിത്യാത്മാവിനാൽ ദൈവിക തൃത്വത്തിൻ്റെ പൂർണ്ണതയിൽ അർപ്പിച്ചതാണ്. തൃത്വത്തിൻ്റെ പൂർണ്ണതയിൽ അർപ്പിച്ച ഈ യാഗം വളരെ ശ്രേഷ്ഠമേറിയതാണ്. നാം ഇനിയും നിർജീവ പ്രവൃത്തികൾ അഥവാ ഡെഡ് വർക്ക്സ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടു കൂടിയുള്ള നീതീകരണത്താൽ പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാം. ഇത് എത്ര മനോഹരമായ കാര്യമാണ്. 15-ാം വാക്യം വായിക്കാം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. എബ്രായ യഹൂദരുടെ നിരന്തര യാഗങ്ങൾക്ക് ആയി ഒരു വീണ്ടെടുപ്പുകാരനായി യേശു ക്രിസ്തു മരിച്ചു. ഇതുമൂലം ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് നിത്യജീവൻ എന്ന അവകാശം യേശു എന്ന മധ്യസ്ഥനിൽ ലഭ്യമായി. ക്രിസ്തുവിൻ്റെ ഈ സാക്രിഫൈസ് ലേവ്യ യാഗങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ ശ്രേഷ്ഠ അവകാശം ജാതികളായ നമ്മളും ക്രിസ്തുവേശുവിൽ കൂടി ലഭ്യമായി എന്നുള്ളത് എത്ര ഭാഗ്യമുള്ള അനുഭവമാകുന്നു. നമ്മൾ ഇനിയും 16, 17, 18 വാക്യങ്ങൾ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. കാരണം അതൊന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇൻ ദ കേസ് ഓഫ് എ വിൽ ഇറ്റ് ഈസ് നെസസറി ടു പ്രൂവ് ദ ഡെത്ത് ഓഫ് ദ വൺ ഹു മെയ്ഡ് ഇറ്റ്, ബിക്കോസ് എ വിൽ ഈസ് ഇൻ ഫോഴ്സ് only when somebody has died. It never takes effect while the one who made is living. This is why even the first covenant was not put into effect without blood. ഇവിടെ ലേഖകൻ ഉടമ്പടിക്ക് അഥവാ കവനന്റിനെ ഒരു വിൽപത്രത്തോടെ താരതമ്യപ്പെടുത്തുകയാണ്. ഒരാൾ ഒരു വിൽപത്രം അഥവാ ലാസ്റ്റ് വിൽ എഴുതിയാൽ അയാൾ മരിച്ച ശേഷം മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ പറ്റുകയുള്ളൂ, അഥവാ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ. മരണം തെളിയിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിയമസാധുത ഉള്ളൂ. കർത്താവായ ക്രിസ്തു തൻ്റെ മരണത്തോടെ നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദത്തവും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഉടമ്പടിയായി നമ്മെ അവകാശികളാക്കി തീർത്തിരിക്കുകയാണ്. തൻ്റെ രക്തം കൊണ്ട് ഈ പുതിയ നിയമം ഇതാ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇത് നാം ചിന്തിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കുളിരുകൊള്ളുകയാണ്. നമുക്ക് ആ പാട്ടുകാരൻ്റെ കൂടി ഒന്ന് പാടാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന താരീതാ പ്രാണനാഥൻ പ്രാണനാഥൻ എന്തൊക്കായി ചാകുന്നു. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമം അനുസരിച്ച് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ
വിമോചനമില്ല എന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് 23 വാക്യത്തിലേക്ക് പോകാം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ലേവ്യ പുരോഹിത ശുശ്രൂഷകൾ എല്ലാം സ്വർഗത്തിലുള്ള കാര്യങ്ങളുടെ നിഴൽ മാത്രം ആയിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലെ മഹാപുരോഹിത ശുശ്രൂഷ ശ്രേഷ്ഠമേറിയ യാഗത്താൽ സ്ഥാപിതമായത് ആണ്. നമുക്ക് 24, 25, 26 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലത്രേ പ്രവേശിച്ചത്. 25 മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. 26 അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ ലോകാവസാനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തിലാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് പഴയ നിയമകാലത്ത് ലേവ്യ പുരോഹിതൻ പാപപരിഹാര ദിവസം ആണ്ടുതോറും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ യാഗരക്തവുമായി സാക്ഷാലുള്ള സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി ഒരിക്കലായിട്ട് ഒരു നിത്യയാഗമായി തീർന്നു. സ്തോത്രം. 27, 28 ഞാൻ വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അതിനായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരു മനുഷ്യൻ ജനിക്കുകയാണെങ്കിൽ അവൻ മരിക്കും, അത് സത്യമാണ്. എന്നാൽ മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ രക്ഷയിലേക്ക് നടത്തുവാൻ പര്യാപ്തമുള്ളതാണ്. മനുഷ്യരാശിയുടെ പാപങ്ങളെ ചുമപ്പാൻ ക്രിസ്തു ഒരിക്കലായി യാഗമായി. ആ രക്ഷ സ്വീകരിക്കാത്ത മനുഷ്യന് ന്യായവിധി തീർച്ചയായിട്ടുമുണ്ട്. ഭൂമിയെ ന്യായം വിധിക്കുവാൻ വേണ്ടി ദൈവം ഒരിക്കൽ വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, നിത്യജീവനായി കാത്തു നിൽക്കുന്നവർക്കായി യേശു വീണ്ടും തിരിച്ചു വരും. യേശുക്രിസ്തുവിൻ്റെ കൂടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ, നമ്മുടെ അവസാന ശ്വാസം വരെ വിശ്വസ്തരായി ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ ചുരുക്കമായി ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.